This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. Welcome to Kingdom and Glory of God. ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവിക ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം ആക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്. ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവ തേജസ്. The glory of God means the visible, tangible and the audible presence of God. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്.
ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ്, അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ 85 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും ദൈവജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് നിത്യമരണമെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവജീവൻ്റെ പൂർണ്ണതയായ തേജസ് കൂടാതെ മനുഷ്യൻ അപൂർണനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ നിറയുന്നില്ലെങ്കിൽ അവൻ ആത്മാവിൽ ദരിദ്രനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ പ്രാണനിൽ ഹൃദയത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ തകർച്ചകളുണ്ട്, മുറിവുകളുണ്ട്. ഭയം, ദുഃഖം, നിരാശ തുടങ്ങി സകലവിധ നിഷേധാത്മക വികാരങ്ങളാലും അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കും. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ദ്രവത്വമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായി ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ ക്രൂശ് മരണം മുഖാന്തരം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിൽ നിന്നും അവനെ രക്ഷിച്ച് തൻ്റെ ജീവനെയും ആത്മാവിനെയും അവന് ദാനമായി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ ആത്മാവിലേക്ക് ദൈവജീവനും ആത്മാവും പ്രവേശിച്ച് അവനെ ദൈവത്തിൽ നിന്നും ജനിപ്പിച്ച് ദൈവത്തിൻ്റെ മകനാക്കി തീർത്തിരിക്കുന്നു. ഇനി ഓരോ നിമിഷവും ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് അവനൊരു വളർച്ചയുണ്ട്. എങ്ങനെയാണ് ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുന്നത്? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതായത് ഓരോ വിശുദ്ധ തിരുവെഴുത്തുകളും ദൈവജീവനാലും ആത്മാവാലും നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വചനം ഒരുവൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വചനം ജീവനായിത്തീരുന്നു, വചനം ആത്മാവായിത്തീരുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിച്ച് ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെ മുമ്പാകെ ജീവൻ നൽകുന്ന വൃക്ഷവും അറിവ് നൽകുന്ന വൃക്ഷവും ഉണ്ടായിരുന്നു. ആദം ജീവനെ ത്യജിച്ച് ജ്ഞാനത്തെ തിരഞ്ഞെടുത്തു. ഇന്നും ദൈവത്തിൻ്റെ ജനം ആദം ചെയ്ത അതേ പാപം വിശുദ്ധ വേദപുസ്തകം തുറക്കുമ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണോ അതോ കേവലം ജ്ഞാനം പ്രാപിക്കുവാൻ വേണ്ടിയാണോ? സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം തുടങ്ങി നാം പഠനം ആരംഭിച്ചു. ദൈവവചനങ്ങൾക്ക് ഏറെ ശ്രദ്ധ കൊടുക്കണം, നിരന്തരം വായിക്കണം, നിരന്തരം ധ്യാനിക്കണം.
ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കണം. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിക്കണം. നാം എന്താണ് കേൾക്കേണ്ടത്? ജീവൻ്റെ സമൃദ്ധിയിലേക്ക്, ആത്മീക അഭിവൃദ്ധിയിലേക്ക് വളർത്തിയെടുക്കുന്ന ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ നമ്മെ സഹായിക്കുന്ന തികഞ്ഞ പുരുഷത്വത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം വളരുവാൻ സഹായിക്കുന്ന, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുവാൻ നമ്മെ സഹായിക്കുന്ന, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന, സ്വയത്തെ ത്യജിച്ച് താന്താൻ്റെ ക്രൂശെടുത്ത് സമ്പൂർണ്ണ സമർപ്പണത്തിൽ യേശുവിനെ അനുഗമിക്കുവാൻ നമ്മെ സഹായിക്കുന്ന, ആത്മദേഹി ദേഹത്തിൻ്റെ സമ്പൂർണ്ണ വിശുദ്ധീകരണം സാധ്യമാക്കുന്ന, പാപത്തിൻ്റെ മീതെ, ജഡത്തിൻ്റെയും ലോകത്തിൻ്റെയും മോഹങ്ങളുടെ മീതെ, പിശാചിൻ്റെ സകല തന്ത്രങ്ങളുടെയും പരീക്ഷകളുടെയും മീതെ ജയാളികളാക്കി തീർത്ത് യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നാം ഏറെ പ്രാധാന്യം കൊടുക്കണം. 4-ാം അധ്യായം 22-ാം വാക്യമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? വളരെ പ്രധാനപ്പെട്ട 8 കാര്യങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായി, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമ്മുടെ ബുദ്ധിയിലേക്കും ഹൃദയത്തിലേക്കും സ്വതന്ത്രമാക്കുക എന്നതാണ്. പരിശുദ്ധാത്മാവാണ് വചനം പഠിപ്പിക്കുന്നത്, വചനം വെളിപ്പെടുത്തുന്നത്, വചനം നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത്, വചനം അനുസരിപ്പാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. രണ്ടാമതായിട്ട്, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനാൽ നമ്മുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കുക, അതായത് നമ്മുടെ ബുദ്ധിയെ തുറക്കുക, പ്രകാശിപ്പിക്കുക. പാപത്താൽ വീണുപോയ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ദൈവത്തെ പ്രാപിക്കുവാനോ ദൈവപരിജ്ഞാനം പ്രാപിക്കുവാനോ കഴിയുന്നതല്ല. പിശാച് അവൻ്റെ മനസ്സിനെ കുരുടാക്കി വെച്ചതുകൊണ്ട് അവന് ദൈവത്തിൻ്റെ വചനം സ്വീകരിപ്പാൻ കഴിയുന്നില്ല. ഇനി ദൈവം തൻ്റെ ആത്മാവിനെ തന്ന് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനാൽ നമ്മുടെ ബുദ്ധിയെ തുറക്കണം, ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിൻ്റെ ദൃഷ്ടി, നമ്മുടെ ബുദ്ധി പ്രകാശിപ്പിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ആത്മീയ കാര്യങ്ങൾ പ്രാപിക്കുവാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ വചനം നമുക്ക് ലഭ്യമായി തീരുന്നത്. യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ബുദ്ധി തുറന്നിട്ടുണ്ട്, ഹൃദയം തുറന്നിട്ടുണ്ട്. എന്നാൽ ഓരോ പ്രാവശ്യവും വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനാൽ അവൻ്റെ ബുദ്ധി പ്രകാശിക്കുന്നില്ലെങ്കിൽ വായിക്കുന്ന കാര്യങ്ങൾ പ്രാപിക്കുവാൻ കഴിയത്തില്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ എല്ലാ വെളിപാടുകളും പുരോഗമനപരമായ വെളിപാടുകളാണ്, പ്രോഗ്രസീവ് റെവലേഷൻ നോളജാണ്. ഓരോ പ്രാവശ്യവും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങൾ നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കുന്നില്ലെങ്കിൽ നാം ക്രമേണ വചനം സ്വീകരിക്കുന്ന കാര്യത്തിൽ മന്ദതയുള്ളവരായിത്തീരും. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. ഈ ലേഖനം വായിക്കുന്ന ദൈവജനം ദീർഘനാളുകളായി ദൈവത്തെ അറിഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണ്. ദൈവം അവരുടെ ബുദ്ധിയെ തുറന്നു, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിന് അവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ പ്രാപിച്ച ദൈവവചനത്തിൻ്റെ പരിജ്ഞാനത്തിൽ, ആത്മീയ സത്യത്തിൻ്റെ ആ അറിവിൽ അവർ വളർന്നില്ല. അവർ ക്രമേണ വചനം കേൾക്കുന്ന കാര്യത്തിൽ മന്ദതയുള്ളവരായി തീർന്നു. യെഹെസ്കേലിൻ്റെ പ്രവചനം അതിൻ്റെ
36 അധ്യായം 26 വാക്യം പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. പുതിയ ഹൃദയത്തിൻ്റെ അർത്ഥം എന്താണ്? ദൈവം പറയാ, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നീക്കി മാംസമായുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് തരും. ഇസ്രായേൽ മക്കളുടെ അനുഭവം, ദൈവത്തിൻ്റെ ന്യായപ്രമാണമെല്ലാം സ്വീകരിച്ചിട്ടും അത് മനസ്സിലാക്കുവാനോ അനുസരിക്കുവാനോ അവർ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. എന്താണ് കാരണം? അവരുടെ ഹൃദയം കല്ലായുള്ള ഹൃദയമായിരുന്നു, കഠിനമായ ഹൃദയമായിരുന്നു. ദൈവത്തെ അറിയുന്നതിനോ ദൈവത്തിൻ്റെ നീതിയുള്ള പ്രമാണങ്ങൾ അറിയുന്നതിനോ ഗ്രഹിക്കുന്നതിനോ അവർക്ക് കഴിഞ്ഞില്ല, അതനുസരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു ഹൃദയം തരും, മാംസമായുള്ള ഹൃദയം തരും, കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ അകത്ത് നിന്ന് മാറ്റും. യേശുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മുടെ അകത്ത് ചെയ്യുന്നതാണ് ഈ വിഷയം. മാനസാന്തരപ്പെടുമ്പോൾ, ദൈവത്തെ സ്വീകരിക്കുമ്പോൾ, യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ, ദൈവത്തിൻ്റെ ജീവൻ നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാകുകയാണ്. അവൻ നമ്മുടെ ബുദ്ധിയെ തുറക്കുന്നു, ഹൃദയത്തെ തുറക്കുന്നു. ഇപ്പോൾ ദൈവത്തെ സ്വീകരിപ്പാൻ, വചനങ്ങൾ മനസ്സിലാക്കുവാൻ, അനുസരിപ്പാൻ ഒരുക്കമുള്ള ഒരു ഹൃദയം അവൻ നമുക്ക് തന്നിരിക്കുകയാണ്. ഇനി ഓരോ നിമിഷവും പ്രാപിച്ച ദൈവവചനത്തിൻ്റെ അടുത്ത നിലവാരങ്ങളിലേക്ക് പുരോഗമനപരമായ വചനത്തിൻ്റെ വെളിപാടുകൾ നാം സ്വീകരിക്കുന്നില്ലെങ്കിൽ പ്രാപിച്ച വെളിപാടുകൾ ഘനീഭവിച്ചു പോകും, ക്രിസ്റ്റലൈസ് ചെയ്യപ്പെടുക എന്ന് പറയും. മാത്രമല്ല, നമ്മുടെ ബുദ്ധി മന്ദീഭവിക്കും, ഹൃദയം ഇരുളാകുവാൻ തുടങ്ങും. വചനങ്ങൾ കേൾക്കുന്നതിൽ, സ്വീകരിക്കുന്നതിൽ നമുക്ക് മന്ദതയുണ്ടാകും. ഈ ലേഖനം വായിക്കുന്നവരുടെ അവസ്ഥ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. യേശുവിനെ സ്വീകരിച്ചിട്ട് ദീർഘകാലമായി, പക്ഷെ പ്രാപിച്ച വചനത്തിൽ, അതിൻ്റെ പ്രകാശനത്തിൽ അവർ വളർന്നില്ല. കേൾക്കുന്ന കാര്യത്തിൽ അവർക്ക് മാന്ദ്യമുണ്ടായി. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ടുകഴിഞ്ഞു. ആ കേട്ട വചനം അധികം ശ്രദ്ധയോടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നില്ലെങ്കിൽ, വചനത്തിൻ്റെ സത്യങ്ങളെ വിട്ട്, പ്രകാശനങ്ങളെ വിട്ട്, അതിൻ്റെ വെളിപാടുകളെ വിട്ട് നാം ഒഴുകിപ്പോകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളിലൂടെ വിശുദ്ധ വേദപുസ്തകത്തിലെ മുഴുവൻ സന്ദേശവും പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പണ്ട് ഭാഗമായി വിവിധമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. അന്ത്യകാലത്ത് പുത്രനെ അയച്ച് ദൈവം നമ്മോട് സംസാരിച്ചു. ആ സന്ദേശം എന്താണ്? നിത്യരാജ്യത്തിൻ്റെയും നിത്യജീവൻ്റെയും സന്ദേശമാണ്. വരുവാനുള്ള ഭാവി ലോകത്തിൻ്റെയും നിത്യജീവൻ്റെ സന്ദേശമാണ്, നിത്യ തേജസ്സിൻ്റെ സന്ദേശമാണ്. ഇതാണ് വേദപുസ്തകത്തിലെ സന്ദേശം. ഇതാണ് ശരിയായിരിക്കുന്ന സുവിശേഷം, നിത്യരാജ്യത്തിൻ്റെയും നിത്യ തേജസ്സിൻ്റെയും സുവിശേഷം. അത് കേട്ട ജനം അത് വളരെ ശ്രദ്ധയോടെ അവരുടെ ഹൃദയത്തിൽ കരുതിക്കൊണ്ടില്ല, സൂക്ഷിച്ചില്ല. അല്ലെങ്കിൽ അതിൻ്റെ മേൽ ധ്യാനിച്ച് അതിനകത്ത് പുരോഗമനപരമായ ഒരു പ്രകാശനം ലഭിച്ചില്ല, വെളിപാട് ലഭിച്ചില്ല, അതിൻ്റെ ജീവനെയും ആത്മാവിനെയും സമൃദ്ധിയായി പ്രാപിച്ചില്ല. ക്രമേണ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന കാര്യത്തിൽ അവർക്ക് മന്ദത ഉള്ളവരായി തീർന്നു.
പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തൻ്റെ വചനം തന്നിരിക്കുകയാണ്. ദൈവം നിങ്ങളെ വിളിച്ചത് അവൻ്റെ നിത്യരാജ്യം പ്രാപിക്കാൻ വേണ്ടിയാണ്, നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ്, നിത്യ തേജസ് പ്രാപിച്ച് അവൻ്റെ രാജ്യത്തിൽ, അവൻ്റെ ഭവനത്തിൽ അവനോടുകൂടെ നിത്യം ജീവിക്കാൻ വേണ്ടിയാണ്. ഈ വിഷയങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിക്ക് പ്രാപിക്കാൻ കഴിയുന്ന ഒന്നല്ല, മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത് ഗ്രഹിക്കുവാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനാൽ നമ്മുടെ ബുദ്ധിയെ തുറക്കുന്നു, ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കുന്നു. ഇനി ഓരോ ദിവസവും ഓരോ നിമിഷവും വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ അധികമായി ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനാൽ നമ്മുടെ ഹൃദയം പ്രകാശിച്ചു കൊണ്ടിരിക്കണം, നമ്മുടെ ബുദ്ധി പ്രകാശിച്ചു കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ആത്മീയ സത്യങ്ങളുടെ അധികമായ പ്രകാശനം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുകയുള്ളൂ. ഈ ആത്മീയ സത്യങ്ങളുടെ അധികമായ വെളിപാടുകൾ നമ്മുടെ അകത്ത് വർദ്ധിക്കുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്ന്, നിങ്ങളുടെ ബുദ്ധിയിലേക്ക് പകർന്ന് നിങ്ങളുടെ ഹൃദയദൃഷ്ടികളെ അധികമായി പ്രകാശിക്കട്ടെ. വചനം കേൾക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരിക്കലും മന്ദത ഉണ്ടാകത്തില്ല, മടിപ്പുണ്ടാകത്തില്ല, നിങ്ങൾ വചനം വിട്ട് ഒഴുകിപ്പോകത്തില്ല. ദൈവകൃപയിൽ വളരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധികം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാണ്. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സാ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചുചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. നിൻ തേജസ്സിൻ പൂർണ്ണതയെന്നവകാശമാ